പഠിച്ചിരുന്ന കാലത്ത്, ഐ മീൻ ഏത് വർഷമായിരുന്നു അത്? ഞാനിവിടെ 7ാം സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിരുന്നത്. 91-ൽ ഞങ്ങൾ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ 10th വരെ അവിടെ മൗണ്ട് കാർമൽ സ്കൂളിലായിരുന്നു. മാഡം, വൺ സ്റ്റാപ്പ് പ്ലീസ്. ഓഫ് കോഴ്സ്. അന്ന് ഇവിടെ പഠിച്ചിരുന്ന സമയത്ത് എന്തെങ്കിലും കലാപരമായ ആക്ടിവിറ്റീസ് ഒക്കെ മേഡത്തിനുണ്ടായിരുന്നോ? കുറച്ച് ഡാൻസ് ചെയ്യുമായിരുന്നു, കാണാതെ, അത്ര തന്നെ. അന്നൊക്കെ വെറുതെ നടക്കാന്നുള്ളതാ എന്റെ പ്രധാന ഹോബി. മഴ നനഞ്ഞ് നാട്ടിട വഴികളിലെ വെള്ളം തെറിപ്പിച്ച് താഴ്വാരങ്ങളിൽ പറക്കുന്ന തുമ്പികളെ കണ്ട് മണികണ്ഠന്റെ കയ്യിൽ തൂങ്ങി റബ്ബർ മരങ്ങളുടെ നിശബ്ദതയിലൂടെ, ഇരുളിലൂടെ, വെളിച്ചത്തിലൂടെ. അന്നെനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, മണികണ്ഠൻ. തോട്ടത്തിലെ കങ്ങാണിയുടെ മകനാ. ഇവിടുന്ന് ഷിഫ്റ്റ് ആയതിനു ശേഷം പിന്നീട് എപ്പോഴെങ്കിലും മണികണ്ഠനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല, കാണാൻ ശ്രമിച്ചില്ല. പക്ഷേ സ്വർണ്ണ നിറമുള്ള പാമ്പുകളെ കാണാൻ വേണ്ടി ഞാനും മണികണ്ഠനെ നട്ടുച്ച സമയത്ത് ഇപ്പോഴും ഇടയ്ക്കൊക്കെ തേയിലക്കാട്ടിൽ ഒളിച്ചിരിക്കാറുണ്ട്. മേഡം, ഇത് വളരെ റൊമാൻറ്റിക് ആണല്ലോ. ഈ മണികണ്ഠനെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് തപ്പിയാലോ? അങ്ങനെയാണെങ്കിൽ വളരെ രസകരമായിരിക്കും ഈ ഫീച്ചർ. ഇൻകുലാബ് സിന്ദാബാദ്. രണ്ടാം ഭൂപരിഷ്കരണ നിയമം ഉടൻ നടപ്പിലാക്കുക. കുട്ടികളെ ഈ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കുക. ഇൻകുലാബ് സിന്ദാബാദ്. കുട്ടികളെ ഈ മണ്ണിൽ നിന്നും എത്രയും വേഗം കെട്ടുകെട്ടിക്കുക. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടിച്ചുകെട്ടി അറബിക്കടലിൽ തള്ളുക. ആദിവാസികൾക്ക് ജീവിക്കാൻ അവകാശം സർക്കാർ ഉറപ്പുവരുത്തുക. ഇൻകുലാബ്, ഇൻകുലാബ്, ഇൻകുലാബ് സിന്ദാബാദ്. വില്ലേജ് ഓഫീസ് ഉപരോധ സമരം, ആദിവാസി സംരക്ഷണ സമിതി. പ്രിയമുള്ളവരെ, നമ്മുടെ വില്ലേജ് ഓഫീസ് ഉപരോധ സമരം സമാപിക്കുകയാണ്. അടുത്ത മാസം 6-ാം തീയതി നമ്മൾ വീണ്ടും സമരമുറകളുമായി അണിചേരും. ഞാനെന്തായി കാണണേ? വിശ്വസിക്കാൻ പറ്റണില്ല. കണ്ടോമേ, നമ്മളെ കാണാൻ വന്നിരിക്കുന്നതാരെന്ന്? കുറെ നേരമായി വന്നിട്ട്. ഇവിടെ എവിടെയോ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. അതിൽ അഭിനയിക്കാനായി വന്നതാണല്ലേ? അതെ, ഒന്ന് ഇങ്ങോട്ട് അടുത്ത് നിൽക്കണേ. 1-2 ഫോട്ടോസ് എടുക്കാനുണ്ട്. ടൈറ്റ് ആയിട്ട് എടുക്കണം, ക്ലോസ്. ഇനി കുറച്ച് വൈഡ് വെച്ചോ. വരൂ. ഇത് കണ്ടോ? ഇതെടുത്തത് ഒരു വെക്കേഷൻ സമയത്താ. ബാംഗ്ലൂരിലേക്ക് താമസം മാറുന്നതിന് അടുത്തേത് ദിവസം അല്ലേ? സാറാ ഇതൊക്കെ എടുത്തത്. പ്രിയയുടെ അച്ഛനെ, രാജ്മോഹൻ സാർ. ശരിയാ, ഇതിലെല്ലാം വേർപിരിയലിന്റെ ഒരു ദുഃഖം മേഡത്തിന്റെ മുഖത്ത് പ്രകടമായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എടുത്തോട്ടെ? ഈ ഒരെണ്ണം എനിക്ക് വേണം.
പപ്പ എന്താ മോളെ കാണിക്കൂ. ടീച്ചർ തയ്യാറാക്കാൻ പോയപ്പോ സംഘടിപ്പിച്ചതാ. ഇതാ ഞാൻ പറയാറുള്ള മണികണ്ഠൻ. എന്നെ കണ്ടപ്പോ പുള്ളിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു. ആളിപ്പോ ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വാച്ചറാ. ഇത് കണ്ടോ, ഞങ്ങളന്ന് താമസിച്ചിരുന്ന വീടായത്. പഴയ പോലെ തന്നെ ഇരിക്കുന്നു. ഇപ്പൊ ആയുർവേദ ഡോക്ടർ അത്ര താമസം. ഇവിടെ ഒന്നിനും ഒരു മാറ്റവും ഇല്ല. എല്ലാം അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ശരിക്കും ഇവിടെ വന്ന് കണ്ടപ്പോഴും എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നതും ഈ മാറ്റമില്ലായ്മ തന്നെയാ. ദേ, ആ പഴയ ഫോട്ടോയിൽ എന്റെ അടുത്ത് നിൽക്കുന്ന പാർട്ടി. ഗുഡ് മോർണിംഗ് സാർ. താമസ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഓക്കേ സർ, ഫൈൻ. അല്ല, ഇനിയും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. എവനോടൊന്നും പറയാൻ നിൽക്കണ്ട. എന്നോട് വന്ന് നേരിട്ട് പറയാം. തൊട്ടടുത്ത് തന്നെയാണ് താമസം. റൂം നമ്പർ എത്രയാണോ? റൂം നമ്പർ 310. ഡയറക്ടർ സാർ, നമ്മുടെ പുതിയ പാട്ട് കേട്ടോ? കേട്ടു, വളരെ നന്നായിരുന്നു. നന്നാകാണ്ട് പറ്റില്ല. അയാള് ഹാർമോണിയം മുന്നിൽ വെച്ച് പിച്ചക്കാരനെ പോലെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ആദ്യം എറണാകുളത്ത്, ഇപ്പൊ ഇവിടെയും. മുറി വാടക തന്നെ കുറയായി. തീറ്റയും കുടിയും വേറെയും. കുളിയൊക്കെ കഴിഞ്ഞോ? എടോ മട്ടാഞ്ചേരി, എന്താ സാർ? ആ മുദ്രപത്രം ഇങ്ങടുത്തേ. ഇതിലൊരൊപ്പ്. അയ്യോ, പേടിക്കണ്ട. ഡയറക്ടർ സാറ് പറഞ്ഞ തുക തന്നെ എഴുതിയിരിക്കുന്നേ. അനൂപേ, 2 ബോർഡ് എടുത്ത് ഇവിടെ ഒന്ന് സെന്റർ ചെയ്യും. നേരെ പോയി വേഗോട്ടെ. ഓക്കെ സാർ. ഹലോ,
ഡയറക്ടർ സാറ് കുറെ നേരം അയാളോട് കുച്ചുമ്പൂടെ അവിടെ നിന്ന് കുത്തുപൊളിക്കാൻ തുടങ്ങിയത്. അയാളോട് ലൈറ്റ് അടിച്ച് പടപ്പെടുത്താൻ തുടങ്ങാൻ പറയുന്നു. സാറേ എവിടുന്ന് കോകർണത്തുനിന്ന്. കോകർണത്തുനിന്ന് കേട്ടോ ഞാനിവിടെ ഉണ്ടെന്ന്. പറയാ സാർ ഓരോന്നും നമ്മൾ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. എന്തായാലും തന്റെ സെലക്ഷൻ കൊള്ളാലോടെ പാപ്പച്ചി. ഒരു കാലത്ത് ഹിറ്റ് മേക്കർ ആയിരുന്ന സംവിധായകനല്ലേ തനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓ എന്തോന്ന് ഹിറ്റ് മേക്കർ. പണിയൊന്നും ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കില്ലായിരുന്നോ പുള്ളിക്കാരൻ. നമ്മുടെ സീഗ പോള അയാളെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. പടം പിടിക്കാൻ പറ്റിയ കഥയോ കവിതയോ എന്തോ ഒന്ന് കയ്യിലുണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെട്ടപ്പോഴല്ലേ മനസ്സിലായത് ഇവൻ മറ്റവളെ കെട്ടി ഒളിച്ചവനാണെന്ന്. ഓ, ഒരു കാലത്ത് ഒന്നുമില്ലേലും വികാരത്തിന്റെ മറ്റേടത്ത് കയറ്റി നിർത്തിയുള്ള കെട്ടിയവനല്ലയോ. വെറുതെ അങ്ങനെ വിടാൻ പറ്റുമോ? ഒരു സാധനം അങ്ങോട്ട് വെച്ചു. അവൾ അഭിനയിക്കാമെങ്കിൽ പടം പിടിക്കാവുന്നു. ആര്? ആ, നമ്മുടെ പ്രിയചന്ദ്രേ. ഉം. ആദ്യം ഒന്ന് കൊതറി അറിഞ്ഞ തുക അങ്ങ് കൊടുത്തു. ദേ കിടക്കുന്നു അയാള്. ഒരുപാട് പണം കണ്ടവന് പണമില്ലാതാകുമ്പോൾ ഒരു ആർത്തി ഉണ്ടല്ലോ, അതിലാ ഞാൻ കയറി കൊളുത്തി വലിച്ചേ. എന്നിട്ട് നടക്കൂ എന്റെ പാപ്പച്ചി ക്രയോക്രിയ. എത്രത്തോളം വേണമെങ്കിലും പണം എറിയ. അത്രയല്ലേ നമ്മളെ കൊണ്ടൊക്കെ പറ്റൂ എന്റെ ജയശീല.